ഇതുപോലെയുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്കതിനെ ഉരുക്കി ഒരു മോഡലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് അതുകൊണ്ട് നമ്മൾ റബ്ബർ ഷീറ്റ് പോലെ തന്നെ ഉള്ള ഒരു സാധനമാണ്. ഇത് നമുക്ക് റബ്ബർ ഷീറ്റ് എവിടെയൊക്കെ ഉപയോഗിക്കാം നമ്മുടെ റബ്ബറിൻ്റെ വിസ്കോസിറ്റി കുറയും. ഇങ്ങനെ നമ്മൾ പല പ്രാവശ്യം പാസ് ചെയ്ത് പെട്ടെന്നൊന്നും ഇങ്ങനെ ഒരിക്കലെടുത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പല പ്രാവശ്യം പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വിസ്കോസിറ്റി നന്നായിട്ട് കുറയും. ഈ വിസ്കോസിറ്റി കുറഞ്ഞു കഴിയുമ്പോഴാണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്കറിയാം ഇരുമ്പ് അല്ലെങ്കിൽ ഉരുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പിച്ചാത്തി ഉണ്ടാക്കാം. വാങ്ങിച്ച മെഷീന് ഇപ്പോഴും അത് അന്ന് പുതിയത് വാങ്ങിച്ചതുപോലെ അതേ പെർഫോമൻസ് ഈ മെഷീൻ ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്ത മെഷീനാണ് ഇപ്പോഴും. ഈ മെഷീൻ്റെ പേരാണ് റബ്ബർ പ്രോസസ് അനലൈസർ. നമ്മൾ ഇവിടെ ഒരു ഡിസ്ക് ഉണ്ട്, ഇവിടെ വേറൊരു ഡിസ്ക് ഉണ്ട്. നമ്മളൊരു സാമ്പിളിന് 5 ഗ്രാം സാമ്പിൾ ഉണ്ട്. നമ്മൾ അവിടെ ഉണ്ടാക്കിയ കോമ്പൗണ്ട് അതുകൂട്ട് ഒരു 5 ഗ്രാം വെയിറ്റ് എടുത്ത് മെഷീൻ എന്നിട്ട് ഇവിടെ നമ്മൾ ഇത് ഓൺ ആകുന്നില്ല എന്ന് ഞാൻ കാണിക്കാമായിരുന്നു. ഈ മെഷീന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടോർക്കാണ് വേണ്ടത് എന്നിവിടെ ടോർക്ക് ടൈറ്റ് നമ്മുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വന്നിട്ട് ഇത് ടൈമാണ്, ഇത് ടൈം, ഇത് ടോർക്ക്. ഗ്രാഫ് ഏകദേശം ഇങ്ങനെ പോകും. ഗ്രാഫ് ഇങ്ങനെയാണ് നിങ്ങളുടെ ഗ്രാഫ്. ഇത് മെഷീൻ തയ്ക്കുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ക്രോസ് ലിങ്ക്സ് ഉണ്ടാവും. ഓർഗനൈസേഷൻ പറഞ്ഞിട്ട് നത്തിങ് ബട്ട് ക്രോസ് ലിങ്ക്സ്. അല്ല ഇങ്ങനെ ഒരു പോളിമർ രണ്ടാമത്തെ ന്യൂമാറ്റിക് പ്രഷറാണ് കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. നമ്മളിതിനും ഇതിന്റെ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള ടെസ്റ്റ് പീസ് മോൾഡ് ചെയ്യും. ടയറോ നമ്മുടെ പ്രോഡക്റ്റിന് എന്തുമാത്രം ക്രാക്ക് റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ആണിത്. ഇവിടെ നമുക്കൊക്കെ അറിയാം നാനോ ഏത് നാനോ മെറ്റീരിയലും വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ചേർത്താൽ മതി കറക്റ്റ് പ്രോപ്പർട്ടീസ് വരും. ഒരു 40 പാർട്ടൊക്കെ ചേർക്കേണ്ടി വരും. ഒരു 10 പാർട്ട് ചേർത്താൽ 40 പാർട്ടിന്റെ പ്രോപ്പർട്ടി നമുക്ക് കിട്ടും. അതാണ് നാനോ